പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെയും ആവർത്തിച്ച വോട്ട് മോഷണ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വായ തുറക്കണം. പ്രതിപക്ഷത്തിന്റെയോ ചീഫ് ജസ്റ്റിസിന്റെയോ ഇടപെടലില്ലാതെ സർക്കാർ ഏകപക്ഷീയമായി നിയോഗിച്ച കമ്മീഷനാണിത്. കമ്മീഷന്റെ നിലപാടിനെ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഈ സർക്കാർ അധികാരത്തിൽ എത്തില്ലായിരുന്നോ എന്ന ചോദ്യമാണ് അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്. രാഹുലിന്റെ ഇന്നലത്തെ ആരോപണത്തിന് ആർക്കും ആരെയും ഓൺലൈനായി വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാനാവില്ലെന്ന സമാധാനിപ്പിക്കലല്ല, അന്വേഷണ സംഘത്തിന് രേഖകൾ കൊടുക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചെയ്യേണ്ടത്. വോട്ട് തട്ടിപ്പിൽ രണ്ടാമത്തെ വാർത്താ സമ്മേളനമാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ന്യൂഡൽഹിയിൽ നടത്തിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വോട്ട് കൊള്ളക്കാരെ സംരക്ഷിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. 100% തെളിവുകൾ മുന്നിൽ വെച്ചിട്ടും കമ്മീഷൻ ഉറങ്ങുകയാണ്. കോൺഗ്രസിന് കൂടുതൽ വോട്ടുള്ള ബൂത്തുകളിൽ കൂട്ടമായി വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. കർണാടകത്തിലെ അലന്ദ് മണ്ഡലത്തിൽ 6018 വോട്ടുകൾ വ്യാജ അപേക്ഷകൾ നൽകി വെട്ടിക്കളഞ്ഞു. വോട്ട് നീക്കം ചെയ്യാൻ അപേക്ഷിച്ചെന്ന് പറയുന്ന ആൾക്കോ വോട്ട് നഷ്ടപ്പെട്ട ആൾക്കോ ഇതേക്കുറിച്ച് അറിയില്ല. മറ്റേതോ ശക്തി ഈ നടപടിക്രമത്തെ ഹൈജാക്ക് ചെയ്ത് വോട്ട് നീക്കം ചെയ്തു. വോട്ട് വെട്ടാൻ പ്രത്യേക സോഫ്റ്റ്വെയറുകളും സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള മൊബൈൽ ഫോണുകളും ഉപയോഗിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി കർണാടക CID 18 മാസത്തിനിടെ 18 കത്തയച്ചിട്ടും കമ്മീഷൻ ഇത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ കൈമാറുന്നില്ല. മഹാരാഷ്ട്രയിലെ രജൌരിയിൽ 6850 വോട്ടുകൾ കൂട്ടിച്ചേർത്തതും സമാന രീതിയിലായിരുന്നു. ഹരിയാനയിലും UPയിലും ഇത് സംഭവിച്ചു. താൻ പറഞ്ഞിരുന്ന ഹൈഡ്രജൻ ബോംബ് ഇതല്ലെന്നും അത് വരാനിരിക്കുന്നതേ ഉള്ളൂവെന്നും രാഹുൽ പറഞ്ഞു. കർണാടക മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ 6.5 ലക്ഷം വോട്ടുകളിൽ 1 ലക്ഷത്തിലധികം വ്യാജ വോട്ടുകളായിരുന്നെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചത് കഴിഞ്ഞ മാസമാണ്. മറുപടി പറയുന്നതിന് പകരം രാഹുൽ മാപ്പ് പറയണമെന്നായിരുന്നു കമ്മീഷന്റെ രോഷത്തോടെയുള്ള പ്രതികരണം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ആരോപണം ഉയർന്നതോടെ സുപ്രീം കോടതി ഇടപെട്ട് കുറച്ചെങ്കിലും മാറ്റം വരുത്തി. രാഹുലിന്റെ ആരോപണത്തിൽ കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു വേണ്ടിയിരുന്നതെന്ന് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ SY ഖുറേഷി, OP റാവത്ത്, മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അശോക് ലവാസ എന്നിവരും പ്രതികരിച്ചിരുന്നു. പക്ഷേ കമ്മീഷന്റെ മൗനം ദുരൂഹമായൊരു നിസ്സഹായാവസ്ഥയുടെ പ്രതിഫലനമെന്നോണം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള അവകാശം തങ്ങൾക്ക് മാത്രമായിരിക്കണമെന്ന് BJP സർക്കാർ വാശി പിടിച്ചതോടെ സംശയമണത്തെങ്കിലും ആദ്യമായാണ് ശക്തമായ തെളിവുകൾ കമ്മീഷനെതിരെ നിരത്തപ്പെടുന്നത്. സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമസംരക്ഷണം ഉറപ്പാക്കി കൊടുത്ത അപ്പോയിന്റ്മെന്റ്, കണ്ടീഷൻ ഓഫ് സർവീസ് ആൻഡ് ടേം ഓഫ് ഓഫീസ് ആക്ട് 2023 അനുസരിച്ച് ചീഫ് ഇലക്ഷൻ കമ്മീഷണറോ മറ്റ് കമ്മീഷണർമാരോ ഔദ്യോഗിക കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനത്തിന്റെ പേരിൽ സിവിലോ ക്രിമിനലോ ആയ നിയമ നടപടികളിൽ നിന്ന് സംരക്ഷിതരാണ്. ഇപ്പോഴിതെല്ലാം പരസ്പരം ചേർത്ത് വായിക്കേണ്ടി വന്നിരിക്കുന്നു. ഇന്നലെ സമൂഹ മാധ്യമത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പ്രതികരിച്ചു. അലന്ദ് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടർമാരെ നീക്കാനുള്ള ശ്രമം ചിലയിടങ്ങളിൽ നിന്നുണ്ടായെങ്കിലും വിജയിച്ചില്ല. ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ 2018 BJPയുടെ സുബാത് ഗട്ടീദാറാണ് വിജയിച്ചതെങ്കിൽ 2023 കോൺഗ്രസിലെ BR പാട്ടീലാണ് വിജയിച്ചത്. വോട്ടർമാരെ പൊതുജനത്തിന് പട്ടികയിൽ നിന്ന് നീക്കാനാകുമെന്നത് രാഹുലിന്റെ തെറ്റിദ്ധാരണയാണ്. പക്ഷേ തെറ്റിദ്ധാരണ നീക്കാൻ ആവശ്യമായ രേഖകൾ കമ്മീഷൻ കൊടുക്കുകയുമില്ല. മാത്രമല്ല, കോൺഗ്രസ് ജയിച്ചതുകൊണ്ട് അവിടെ തട്ടിപ്പ് നടന്നിട്ടില്ലെന്നും വോട്ട് വെട്ടിയ ജനാധിപത്യ ഘാതകരെ വെറുതെ വിട്ടേക്കാമെന്നും കരുതാനാവില്ലല്ലോ. കാര്യങ്ങൾ സുതാര്യമല്ലെന്ന പ്രതീതി മാനം മുട്ട് ഉയർന്നിരിക്കുന്നു. അത് രാഹുൽ ഗാന്ധി ബോധപൂർവം സൃഷ്ടിച്ചതാണെങ്കിൽ നടപടിയെടുക്കണം. അല്ലെങ്കിൽ കമ്മീഷന്റെയും സർക്കാരിന്റെയും വിശ്വാസ്യത പുനഃസ്ഥാപിക്കണം. രാഹുൽ കത്തിച്ചത് ഹൈഡ്രജൻ ബോംബല്ല, പൂത്തിരിയാണെന്ന് BJP നേതാവ് അനുരാഗ് ഠാക്കൂറിന് പരിഹസിക്കാം. പക്ഷേ ജനാധിപത്യത്തിന്റെ അടിത്തറയിളക്കുന്ന വോട്ട് തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുമ്പോൾ കോമാളിത്തം പറയാൻ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സൗജന്യമായി കിട്ടിയതല്ലെന്ന് കരുതുന്നവർക്കാവില്ല.